വെൽക്കം. റഹ്മാനാണ്. ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഫാർമക്കോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുക. ഒന്ന്, നമ്മൾ ഫിസിയോളജി ഓഫ് വോമിറ്റിംഗ് അത് നമ്മൾ പറയും, ഓർ എമസിസ് നമ്മൾ പറയും. ദെൻ രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി എമറ്റിക്സ്. ഇത് രണ്ട് കാര്യങ്ങൾ പറയാം. സോ നമുക്ക് മെക്കാനിസം ഓഫ് വോമിറ്റിംഗ് പറയുമ്പോൾ തന്നെ ആന്റി എമറ്റിക്സ് ഏതെല്ലാം മരുന്നുകൾ എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി പറയാം. സോ രണ്ടും ഇൻട്രിക്കേറ്റ്ലി കണക്റ്റഡ് ആണ്. വോമിറ്റിംഗ് ഓർ ഷർദിൽ. സോ ഇതിനെപ്പറ്റി പറയുമ്പോൾ മൂന്ന് വാക്കുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന്, ദ ഫസ്റ്റ് വാക്ക് ഈസ് നൗസിയ ആണ്. നൗസിയ. രണ്ടാമത്തെ വാക്ക് റച്ചിങ് ആണ്. RETCHING ആണ് റച്ചിങ്. ആൻഡ് മൂന്നാമത്തത് പ്രത്യേകിച്ചൊന്നുമല്ല, വോമിറ്റിംഗ് തന്നെയാണ്. വോമിറ്റിംഗ്. സോ ഈ മൂന്ന് വാക്കുകളൊന്ന് കേട്ടിരിക്കുക. എന്താ നൗസിയ? നൗസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫീലിംഗ് ആണ്. എ ഫീലിംഗ് ഓഫ് ഇംപെൻഡിങ് വോമിറ്റ്. ഓക്കെ, അതാണ് ഒരു അൺപ്ലസന്റ് സെൻസേഷൻ ആണ്. ഛർദ്ദിക്കാനുള്ള ആ തോന്നൽ, ഹാവിങ് ആൻ ഏർജ് ടു വോമിറ്റ് ആണ് നൗസിയ എന്ന് പറയുന്നത്. നൗസിയക്കൊപ്പം തന്നെ ഇൻക്രീസ്ഡ് സലൈവേഷൻ കൂടുതലുണ്ട്, ബ്രോങ്കിയൽ സെക്രീഷൻസ് ഒക്കെ കൂടുന്നുണ്ട്. ബ്രോങ്കിയൽ സെക്രീഷൻസ് എല്ലാം വർദ്ധിക്കും. പക്ഷേ നൗസിയക്കൊപ്പം നോ ഫിസിക്കൽ ഇവന്റ്. ഫിസിക്കൽ ഇവന്റ്സ് ഒന്നും സംഭവിക്കുന്നില്ല. നോ ഫിസിക്കൽ ഇവന്റ്സ് ആണ്. മനം പിരട്ടൽ എന്നാണ് നമ്മൾ സാധാരണ ലോക്കലായിട്ട് മലയാളത്തിലൊക്കെ പറയാം. ആൻഡ് ഈ വോമിറ്റിംഗിന് മുമ്പ് നൗസിയ ഉണ്ടാകാം. പക്ഷെ നൗസിയ ഉണ്ടായി എന്ന് കരുതി എപ്പോഴും വോമിറ്റിംഗ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. നൗസിയ ആയിട്ട് മാത്രവും നിൽക്കാം. രണ്ടാമത്തെ വാക്ക് റച്ചിങ് ആണ്. ഇവിടെ നമ്മുടെ അബ്ഡോമിനൽ ആൻഡ് തൊറാസിക് മസിൽസ് ഇത് കൺട്രാക്ട് ചെയ്യുന്നുണ്ട്, കൺട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ സ്റ്റൊമക്കിലെ ഒന്നും വായിലൂടെ പുറത്തേക്ക് എത്തുന്നില്ല. നോ എക്സ്പെൽഷൻ ഓഫ് GI കണ്ടൻസ്. സോ റിച്ചിങ് ഇസ് എ റിതമിക് കൺട്രാക്ഷൻ ആണ്. റിതമിക് കൺട്രാക്ഷൻ ഓഫ് അബ്ഡോമിനൽ മസിൽസ്. അബ്ഡോമിനൽ മസിൽസിന്റെ റിതമിക് കൺട്രാക്ഷൻ ആണ് വിതൗട്ട് എനി ആക്ച്വൽ എമിസിസ്. നോ ആക്ച്വൽ എമിസിസ് നടക്കുന്നില്ല. ഇസോഫാഗസ് വരെയൊക്കെ എത്തുന്നുണ്ടാകാം. ആൻഡ് ദർ ഈസ് അബ്ഡോമിനൽ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദിസ് ക്യാൻ ലീഡ് ടു വോമിറ്റിംഗിലേക്ക് നയിക്കാം. മൂന്നാമത്തെ വാക്കാണ് വോമിറ്റിംഗ്, ഓർ നമുക്കതിനെ എമസിസ് എന്ന് പറയാം. ആന്റി എമറ്റിക്സ് എന്നാണല്ലോ നമ്മൾ പറയാം. സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഇൻവോളണ്ടറി ആണ്. ഫോഴ്സ്ഫുൾ ആയിട്ട് ബലത്തിൽ. എക്സ്പൽഷൻ ഓഫ് വാട്ട്? GI gastric intestinal content. GI contents through mouth. വായിലൂടെ ബലത്തിൽ പുറത്തേക്ക് എക്സ്പൽഷൻ ചെയ്യുന്നതാണ്. ആൻഡ് ഇൻവോളണ്ടറി പ്രോസസ് ആണ് വോമിറ്റിംഗ്. സോ വായിലൂടെ അപ്പർ GI ട്രാക്റ്റിലെ സ്റ്റൊമക്കിലെ കണ്ടൻസ് പുറത്തേക്ക് വരലാണ് എമസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ആൻ അൺപ്ലസന്റ് കണ്ടീഷൻ ഓർ അൺപ്ലസന്റ് സെൻസേഷൻ ആണ് സംഭവം. സോ ഇവിടെ സ്റ്റൊമക്ക് റിതമിക് ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന് മാത്രം. സോ ഇത് സ്റ്റൊമക്ക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കൺട്രാക്ട് ചെയ്യുന്നത്. റിട്രോഗ്രേഡ് കൺട്രാക്ഷൻ എന്നാണ് നമ്മൾ പറയുക. റിട്രോഗ്രേഡ് കൺട്രാക്ഷൻ. സോ ഭക്ഷണം ഇൻറ്റസ്റ്റൈനിലേക്ക് പോകേണ്ടതിന് പകരം, ഇങ്ങോട്ടേക്ക് പോകേണ്ടതിന് പകരം തിരിച്ച് വായിലൂടെ കളയുകയാണ്. സോ ദിസ് ഈസ് എ ഫിസിക്കൽ ഇവന്റ് ആണ്. ആൻഡ് ദിസ് ആക്ച്വലി ഈസ് എ പ്രൊട്ടക്റ്റീവ്. ദിസ് ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സിന്റെ ഭാഗമാണ് സത്യത്തിൽ ഛർദിൽ എന്ന് പറയും. ശരീരത്തിൽ എന്തെങ്കിലും ഹാർംഫുൾ സബ്സ്റ്റൻസസ് എത്തിയാൽ, ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, അത് ഇനി ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആഗിരണം നടക്കും. അത് ചെയ്യാതെ, കൂടുതൽ ആഗിരണം ചെയ്യാതെ പുറത്തേക്ക് പുറം തള്ളൽ ഉള്ള പദ്ധതിയാണ് വോമിറ്റ്. ഇനി ഗർഭിണികളിൽ ഫിസിയോളജിക്കൽ ഹോർമോൺസിന്റെ ഒക്കെ ഫലമായിട്ട്, പ്രവർത്തന ഫലമായിട്ട് ഉത്തേജിക്കപ്പെടുന്ന അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഛർദിലുണ്ട്. അതും ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സിന്റെ ഭാഗം തന്നെയാണ്. ആൻഡ് ഗർഭിണികളിലുള്ള ഛർദിലിനെ നമ്മൾ എന്താ വിളിക്കുക? അതിന് നമ്മൾ മോർണിംഗ് സിക്നസ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ മോർണിംഗ് സിക്നസ് ഈസ് ഗർഭിണികളിലുള്ള ഛർദിലാണ്. ഇനി വേറൊരു ഛർദിലാണ് യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഒക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന ഛർദിൽ. മോഷൻ സിക്നസ് ആണ് ഈ സംഭവം. കപ്പലിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ ഛേദം ഫേമസ് ഒരു ഛർദിലാണ്. ഇനി ക്യാൻസർ മൂലവും അല്ലെങ്കിൽ ക്യാൻസർ വിരുദ്ധ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഛർദിലുണ്ട്. അതാണ് ക്യാൻസർ ഇൻഡ്യൂസ്ഡ് നൗസിയ ആൻഡ് വോമിറ്റിംഗ്. ആൻഡ് മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഛർദിൽ ഉണ്ടാകും. സോ അപ്പോൾ നമുക്ക് എന്താണ് ഛർദിന്റെ ഫിസിയോളജി, എങ്ങനെ ഛർദിൽ ഉണ്ടാവുന്നു എന്ന് പഠിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് മരുന്നുകൾ എവിടെ കൊടുക്കാം എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ നമുക്ക് ഛർദിക്കാൻ തോന്നുന്ന ആ വോമിറ്റിംഗ് റിഫ്ലക്സ് ഉണ്ടാകുന്ന ആ ഭാഗം എന്ന് പറയുന്നതാണ് ഇത് ഉണ്ടാവുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഒരു ഏരിയ ആണ്. അതിനെ നമ്മൾ വോമിറ്റിംഗ് സെന്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വോമിറ്റിംഗ് സെന്റർ ഒരു ഏകദേശം ഇവിടെ എഴുതാം, വോമിറ്റിംഗ് സെന്റർ. ആൻഡ് ഇത് ബ്രെയിൻ സ്റ്റെമ്മിലാണ്. ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇത് മെഡുല്ല, ഇത് പോൺസ്, ഇത് മിഡ് ബ്രെയിൻ. സോ ഇതിന് രണ്ടിനും ഇടയിലാണ്. അപ്പർ മെഡുല്ല ആൻഡ് ലോവർ പോൺസിന്റെയും ഇടയിലാണ് ഈ ഭാഗത്താണ്. ഈ ഭാഗം മൊത്തം നമുക്ക് റെറ്റിക്കുലാർ ഫോർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗമാണ് ഈ വോമിറ്റിംഗ് സെന്റർ എന്ന് പറയുന്നത്. സോ സംവാട്ട് ഹിയർ ആയിട്ട് നമുക്ക് പറയാം. സോ പല കാരണങ്ങൾ കൊണ്ടുള്ള എല്ലാത്തരം ഛർദിൽ സ്റ്റിമുലസ്
സ്റ്റിമുലസും, ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഛർദിൽ സ്റ്റിമുലസ്, ഇവിടെ നിന്ന് ഒരു ഛർദിൽ സ്റ്റിമുലസ്. സോ ഇങ്ങനെ എല്ലാം വരുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് ഇവിടെയാണ്, ഈ വോമിറ്റിംഗ് സെന്ററിലാണ് ചേരുന്നത്. സോ വോമിറ്റിംഗ് സെന്റർ ഇസ് ദ ഫൈനൽ കോമൺ പാത്വേ ഓഫ് എഫറന്റ് ഇമ്പൾസസ്. എഫറന്റ് ഇമ്പൾസസ് എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഛർദിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ വോമിറ്റിംഗ് റിഫ്ലക്സ് മെസ്സേജ് പോകുന്നത് ഇവിടെ നിന്ന്. ആൻഡ് ഇതൊരു ഒറ്റപ്പെട്ട സിംഗിൾ ഡിസ്ക്രീറ്റ് എൻറ്റൈറ്റി അല്ല. സോ ഇറ്റ്സ് എ ഹൈലി ഇന്റർകണക്റ്റഡ് ഓർ ഇന്റർലേറ്റഡ് ന്യൂറോണൽ സർക്യൂട്ട്സ് ആണ് ഈ വോമിറ്റിംഗ് സെന്റർ എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ ഒരു കട്ട് സെക്ഷൻ ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഏകദേശം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം. ആൻഡ് ഇതിന്റെ കീ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് സെന്റർ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്തിന് നമ്മൾ NTS ഓർ ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടസ് സോളിറ്റാരിസ് എന്നാണ്. ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിസ്. സോ അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്തുള്ള മീഡിയൻ സബ് ന്യൂക്ലിയസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ഭാഗങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഡോർസൽ മോട്ടോർ ന്യൂക്ലിയസ് ഓഫ് വാഗസ്. എന്ന് വെച്ചാൽ വാഗസ് നെർവിന്റെ പുറത്തേക്ക് പോകുന്ന മോട്ടോർ ന്യൂക്ലിയസ് ആണ്. ഡോർസോ വാഗൽ കോംപ്ലക്സ് എന്ന് പറയും. സോ ഇതുവഴിയാണ് ഛർദിലിന്റെ റിഫ്ലക്സ് പുറത്തേക്ക് പോകുക. സോ വോമിറ്റിംഗ് സെന്റർ ഈസ് നോട്ട് എ ജസ്റ്റ് സിംഗിൾ ഏരിയ, ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് ഡിഫ്യൂസ് നെറ്റ്വർക്ക് ഓഫ് ന്യൂക്ലിയസ് എന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഈ ഭാഗം എന്ന് പറയുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ ഉള്ളിലുള്ള ഭാഗമാണ്. അപ്പോൾ ബ്രെയിനില് ബ്ലഡുമായിട്ടൊന്നും കണക്ഷൻ ഇല്ല, ഐ മീൻ ഡയറക്ട്ലി കണക്റ്റഡ് അല്ല. ആൻഡ് ഇവിടെ ദിസ് ഏരിയയിൽ പലതരം റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. വാട്ട് ആർ ദ റിസപ്റ്റേഴ്സ്? വൺ ഈസ് ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സ് 1 ഉണ്ട്. ആൻഡ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത് സബ്സ്റ്റൻസ് P യോടാണ്. ദെൻ ഡോപ്പമിന്റെ DA ഡോപ്പമിൻ 2 റിസപ്റ്റേഴ്സ് ഉണ്ട്. ഡോപ്പമിൻ 2 റിസപ്റ്റേഴ്സ് ഡോപ്പമിനോട് റെസ്പോണ്ട് ചെയ്യും. 5-HT3 റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇത് സിറട്ടോണിൻ ഓർ 5-HT യോട് റെസ്പോണ്ട് ചെയ്യും. ദെൻ കനാബിനോഡ് റിസപ്റ്റർ 1 ഉണ്ട്. കനാബിനോഡ് റിസപ്റ്റർ CB1 റിസപ്റ്റേഴ്സ് ഉണ്ട്. ദെൻ മെസ്കാരനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഹിസ്റ്റമിനിക് റിസപ്റ്റേഴ്സ്. സോ ഇങ്ങനെയൊക്കെയുള്ള പലതരം റിസപ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. സോ ഇവിടെ എല്ലാം നമ്മുടെ മരുന്നുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി ഈ ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിസ്, സപ്പോസ് ഇതാണ് ന്യൂക്ലിയസ് ട്രാക്ടസ് NTS. ഇവിടെ എവിടെ നിന്നെല്ലാം കണക്ഷൻ വരുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണം നമ്മുടെ വയറ്റിൽ നിന്ന് വരുന്ന വാഗസ് നെർവിന്റെ സെൻസറി, വാഗസ് ഇത് വയറാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. സെൻസറി നെർവ്സിന്റെ അഫറന്റ് സെൻസറി നെർവിന്റെ എൻഡ് ഇവിടെ വന്ന് അവസാനിക്കും. ഡോർസൽ വാഗസ് ന്യൂക്ലിയയിലേക്ക് വരുന്നുണ്ട്. സോ അതും ഇതിന്റെ ഒരു ഭാഗമാണല്ലോ. ഒന്ന് അതാണ് 1. 2, ഉദാഹരണം ബ്ലഡിൽ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ബ്ലഡ് ആണെന്ന് വിചാരിക്കുക. ബ്ലഡിൽ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വന്നാൽ അതറിയുന്ന ഏരിയ പോസ്ട്രീമ ഓഫ് CTZ എവിടെയാണുള്ളത്? അത് ഇപ്പം വീണ്ടും ഒന്നും കൂടി വരയ്ക്കുകയാണെങ്കിൽ, ഇത് നമ്മളുടെ മെഡുലയുടെ സൈഡിലാണെങ്കിൽ ഇവിടെ 4th വെൻട്രിക്കിൾ ഉണ്ട്. ഈ 4th വെൻട്രിക്കിളിന്റെ ചുറ്റും ഉള്ള ഏരിയ ആണ് ഈ ഏരിയ പോസ്ട്രീമ, അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു ഏരിയ ആണ് CTZ എന്ന് പറയുന്നത്. ഹീമോ റിസപ്റ്റർ ട്രിഗർ സോൺ. സോ ബ്ലഡിൽ വരുന്ന സാധനങ്ങൾ. സോ ദിസ് ഏരിയ ഈസ് നോട്ട് വാട്ട്, ഈ ഏരിയ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ വരുന്നല്ല, തുറന്നു നടക്കുന്ന ഭാഗമാണ്. അപ്പോൾ അത് ഇവിടെ എത്താം. സോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം. ദെൻ നമ്മുടെ ചെവിയിലെ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള കണക്ഷൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഫോർ ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം. അതിന്റെ കണക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ദെൻ സെറിബെല്ലത്തിന്റെ കണക്ഷൻസും ഇവിടെ വരുന്നുണ്ട്. സെറിബെല്ലം ഈസ് ഓൾസോ കൺസേൺ വിത്ത് ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം ആണ്. ഇനി സെറിബ്രൽ കോർട്ടക്സിൽ നിന്നുള്ള കണക്ഷൻസും ഇവിടെ വരുന്നുണ്ട്. ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിസിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ എത്തുന്നുണ്ട്. സോ ഇതെല്ലാം ഇവിടെ എത്തിക്കഴിയുമ്പോൾ NTS വിൽ ബി സ്റ്റിമുലേറ്റഡ് ആകും. അപ്പോൾ ഇവിടെ നിന്ന് വോമിറ്റിംഗ് റിഫ്ലക്സ്, ഛർദിൽ റിഫ്ലക്സ് താഴേക്ക് പോകും. ആൻഡ് ഇതല്ലാതെ വയറ്റിൽ തന്നെയുള്ള ലോക്കൽ മെക്കാനിസംസ് ഉണ്ട് കേട്ടോ. ലോക്കൽ മെക്കാനിസംസ് ഉണ്ട്. സോ അതുവഴിയും നമുക്ക് ഛർദിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഛർദിൽ തടയാം. അങ്ങനെയൊക്കെയുള്ള മെക്കാനിസം വഴി സ്റ്റൊമക്കിന്റെ മോട്ടിലിറ്റി ഒക്കെ വർദ്ധിപ്പിച്ചിട്ട്, സോ അങ്ങനെയുള്ള മരുന്നുകളെ നമുക്ക് പ്രോകൈനറ്റിക്സ് എന്ന് വിളിക്കാം. സോ അത് നമ്മളിവിടെ പറയുന്നുണ്ട്. നമുക്ക് ഛർദിൽ ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ GI ട്രാക്റ്റിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. സോ GI ട്രാക്ട്, ഇത് GI ട്രാക്ട് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആൻഡ് ഇവിടെ നോർമലി എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. സോ ഇതൊരു എപ്പിത്തീലിയൽ സെൽസ് ആണ്, ഇതൊരു എപ്പിത്തീലിയൽ സെൽസ് ആണ്, ഇതൊരു എപ്പിത്തീലിയൽ സെൽസ് ഒക്കെ ആണെന്ന് വിചാരിക്കുക. ആൻഡ് അതിന്റെ കൂടെ തന്നെ സാധാരണ ഒരു സെല്ലുണ്ട്, എൻഡ്രോക്രോമാഫിൻ സെൽസ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, സോ ഇവിടെ GI ഇറിറ്റേഷൻ ഉണ്ടാവുന്നു എന്ന് കരുതുക, ഡിസ്റ്റൻഷൻ ഉണ്ടാവുന്നു എന്ന് കരുതുക. അത് കീമോതെറാപ്പി മൂലമാകാം, റേഡിയേഷൻസ് മൂലമാകാം, ഇൻഫെക്ഷൻസ് രോഗാണുക്കൾ മൂലമാകാം, അല്ലെങ്കിൽ മരുന്നുകൾ മൂലമാകാം, മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇഫ് ദിസ് ഇസ് ഇത് സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ, എൻഡ്രോക്രോമാഫിൻ സെൽസ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ആണ്, 5-HT ആണ്. രണ്ടാമത് സബ്സ്റ്റൻസ് P ആണ്. സോ ദിസ് ഈസ് റിലീസ് ഫ്രം ദിസ് എൻഡ്രോക്രോമാഫിൻ സെൽ. സോ ഇവിടെയുള്ള വാഗസ് നെർവ് എൻഡിങ്, സോ ഇതൊരു നെർവ് എൻഡിങ് ആണ് നമുക്ക് കരുതിയാൽ, വാഗസ് നെർവിന്റെ എൻഡിങ് ആണ്. ആൻഡ് ഇവിടെയും അതുണ്ട് എന്ന് കരുതുക. ഓക്കെ, വാഗസ് നെർവിന്റെ എൻഡിങ് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ദിസ് ക്യാൻ സ്റ്റിമുലേറ്റ് ദി 5-HT ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യാം, സബ്സ്റ്റൻസ് P ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് ഇവിടെയുള്ള റിസപ്റ്റർ എന്ന് പറയുന്നത് 5-HT3 ആണ്. ആൻഡ് ഇവിടെയുള്ളത് ന്യൂറോകൈനിൻ 1 റിസപ്റ്റർ ആണ്. സോ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇത്
ഇത് സ്റ്റിമുലേറ്റഡ് കഴിഞ്ഞാൽ ഇവിടെ എങ്ങടാ പോവുക, ഇത് നേരെ ഇത് വാഗസ് നെർവാണ്, വാഗസ് നെർവിന്റെ സെൻസറി പാർട്ടാണ്, നേരെ പോകുന്നത് NTSലേക്കാണ് പോവുക, NTSലേക്കാണ്. സോ ഈ പാത്വേ ആണ് എക്സ്ട്രിൻസിക്, നമ്മൾ വിളിക്കുക എക്സ്ട്രിൻസിക് പ്രൈമറി ന്യൂറോണൽ പാത്വേ ആണ് ഈ പാത്ത്. സോ NTS സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ വൊമിറ്റിംഗ് ഉണ്ടാകും അല്ലെ, ഇത് സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ വൊമിറ്റിംഗ് ഉണ്ടാകും. സോ 5T3 antagonist ലൈക്ക് ഓൺഡാൻസെട്രോൺ ഓർ സെട്രോൺസ് എന്ന് പറയുന്ന മരുന്നുകൾ ഇവിടെ ആക്ട് ചെയ്യാം. ന്യൂറോകൈനിൻ antagonist പോലെയുള്ള മരുന്നുകൾ. സോ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ആക്ട് ചെയ്യുന്നത് ഇവിടെ ആക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഇൻ ദിസ് NTS നമ്മൾ പറഞ്ഞു എന്തുണ്ട്, അവിടെയും ഉണ്ട് 5T3 റിസപ്റ്റേഴ്സ് ഉണ്ട് ആൻഡ് ഓൾസോ ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഇത് ഇവിടെ രണ്ടും ഈ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയസ് ട്രാക്ടർ സോളിറ്റാരിസ് ആക്റ്റീവ് ആവുന്നില്ല. സോ വോമിറ്റിംഗ് റിഫ്ലക്സ് പോകുന്നില്ല. അത് സോ 5T3 antagonist മരുന്നുകളെല്ലാം തന്നെ സെട്രോൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും ഫേമസ് സെട്രോൺ ഈസ് ഓൺഡാൻസെട്രോൺ. സോ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, ഒരാൾ ആവശ്യപ്പെട്ടതുകൊണ്ട് വേഗം ചെയ്തു. ദെൻ പിന്നെ ഉള്ളത് ഗ്രാനിസെട്രോൺ ആണ്, ഗ്രാനിസെട്രോൺ. ദെൻ റാമോസെട്രോൺ, ലാംസെട്രോൺ ആണ്, ഞാൻ റാമോ എന്ന് മാത്രമേ എഴുതുള്ളൂ. ദെൻ ട്രോപ്പിസെട്രോൺ. സോ ഇങ്ങനെയൊക്കെയുള്ള സെട്രോൺ ഉണ്ട്. ദെൻ ഇതല്ലാതെ വേറെ ഒരുപാട് സെട്രോൺ ഉണ്ട് കേട്ടോ, ഞാൻ അതും കൂടി എഴുതിയേക്കാം പേരുകൾ ജസ്റ്റ്. അലോസെട്രോൺ ഉണ്ട്, അസാസെട്രോൺ ഉണ്ട്, ബെമിസെട്രോൺ ഉണ്ട്, കിലാൻസെട്രോൺ ഉണ്ട്, ദെൻ ലെറിസെട്രോൺ ഉണ്ട്, റിക്ക ഉണ്ട്, സാറ്റോ ഉണ്ട്, ഇൻഡിസെട്രോൺ ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള സെട്രോൺസ് ആണ് എല്ലാം. ദിസ് ക്യാൻ ബ്ലോക്ക് ഹിയർ, ഇത് ആക്ടിവേറ്റഡ് ആവുന്നില്ല. ആൻഡ് ഓൾസോ ദിസ് ന്യൂക്ലിയസ് ട്രാക്ടർ സോളിറ്റാരിസ് ആക്ടിവേറ്റ് ആവുന്നില്ല. രണ്ടാമത്തത് NK ആണ്. NK1 റിസപ്റ്റർ ആന്റഗോണിസ്റ്റുകൾ എല്ലാം തന്നെ പിറ്റന്റിലാണ് അവസാനിക്കുക. മരുന്നിന്റെ പേരുകളെല്ലാം പിറ്റന്റ് ആണ്. ഫേമസ് പിറ്റന്റ് ഈസ് അപ്രിപിറ്റന്റ് ആണ്. ആൻഡ് ഇതിന്റെ ഒരു ഡെറിവേറ്റീവ് ഇറങ്ങിയിട്ടുണ്ട്, അതാണ് ഫോസ് അപ്രിപിറ്റന്റ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ ഇനിയുണ്ട് ധാരാളം. റോലാപിറ്റന്റ്, കാസോപിറ്റന്റ് ഉണ്ട്, നെറ്റൂപിറ്റന്റ് ഉണ്ട്, മാരോപിറ്റന്റ്. ആൻഡ് ഈ മരുന്നുകൾക്ക് അഡീഷണൽ ആയിട്ട് ആങ്സിയോലിറ്റിക് ആക്ഷൻ, ആന്റി ഡിപ്രസന്റ് ആക്ഷൻ, സോ ഇങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഈ മരുന്ന് അധികം ഉപയോഗിക്കുക CINV-ലാണ്. ഇത് ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ CINV ആണ്, ക്യാൻസർ ഇൻഡ്യൂസ് നൗസിയ വോമിറ്റിംഗ്. പക്ഷേ ഇത് സാധാരണ ഛർദിലിനൊക്കെ വളരെ വൈഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഛർദിലുണ്ടാക്കുന്ന വസ്തു GI ട്രാക്റ്റിലൂടെ അബ്സോർബ് ചെയ്തു എന്ന് കരുതുക, അത് എവിടെ എത്തും, ബ്ലഡിലൂടെ പോകും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡിലേക്ക് ഒരു മരുന്ന് ഡയറക്റ്റ് കുത്തിവെക്കുകയാണെന്ന് കരുതുക. സോ ഇത് ബ്ലഡിലൂടെ സഞ്ചരിച്ച് എത്തുന്ന ഒരു സ്ഥലമുണ്ട്, അത് നമ്മുടെ ഫോർത്ത് വെൻട്രിക്കിളിന്റെ ഫ്ലോറിലുള്ള എന്ന് പറയുമ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിലുള്ള ബ്ലഡുമായിട്ടും CSFുമായിട്ടും കണക്ഷനുള്ള ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ പെടാത്തൊരു ഭാഗമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏരിയ പോസ്റ്ററീമ എന്ന് പറയുന്ന ഭാഗമാണ്. സോ മെഡുലയുടെ പോസ്റ്റീരിയർ സൈഡിലുള്ള ഈ ഭാഗത്തെ നമ്മൾ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ CTZ സോൺ എന്നാണ് നമ്മൾ വിളിക്കുക. ആൻഡ് ദിസ് ഈസ് ഓപ്പൺ ടു ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ പെടുന്ന ഭാഗമല്ല. സോ ബ്ലഡിലൂടെ വരുന്ന സംഭവങ്ങൾക്ക് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഇവിടെ ബ്ലഡും CSFും എല്ലാം തുടർച്ചയായിട്ട് ഇതിലൂടെ പോകുന്ന ബ്ലഡും CSFും എല്ലാം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കെമിക്കൽസ് പറ്റാത്തതുണ്ടോ ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഇൻ ദി CTZ ഈ സോണിൽ എന്തുണ്ട്, ഈ സോണിൽ ഇവിടെ 5HT3 റിസപ്റ്റേഴ്സ് ഉണ്ട്, ആൻഡ് ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്, ഡോപ്പമിന്റെ D2 റിസപ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്, മ്യൂഡ് റിസപ്റ്റേഴ്സ് ഫോർ ഓപ്പിയോയിഡ് ഇവിടെ ഉണ്ട്, കനാബിനോയിഡ് CB1 റിസപ്റ്റേഴ്സ് ഉണ്ട്, H1 റിസപ്റ്റേഴ്സ് ഇവിടെയാണ്. അങ്ങനെയൊക്കെയുള്ള പല റിസപ്റ്റേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. സോ ബ്ലഡിലെ കെമിക്കൽസ്, CSFിലെ കെമിക്കൽസ് എല്ലാം ഇവിടെ വന്നു കഴിയുമ്പോൾ ദിസ് ക്യാൻ ആക്ടിവേറ്റ് ദീസ് റിസപ്റ്റേഴ്സ് അല്ലെ. അപ്പോ ഇത് റിലേ സെന്റർ ആണ്. റിലേ സെന്റർ ഫോർ വാട്ട്, NTSന്റെ റിലേ സെന്റർ ആണ്. സോ ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മെസ്സേജ് ഇങ്ങോട്ടേക്ക് പോകും. സോ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ അകത്താണ്, ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ പുറത്താണ്. സോ ദിസ് ഈസ് ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ പുറത്താണ് ആൻഡ് ദിസ് ഈസ് ഇൻസൈഡ്. സോ ഇവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗമാണ് ഇത്. സോ ദിസ് ഇസ് ദ റിലേ സെന്റർ ഫോർ NTS. സോ നമ്മൾ നേരത്തെ പറഞ്ഞ 5T3 antagonistനെ ഇവിടെ ആക്ട് ചെയ്യാം, സെട്രോൺസിനെ ഇവിടെ ആക്ട് ചെയ്യാം, ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സിനെ ഇവിടെ ആക്ട് ചെയ്ത് ബ്ലോക്കർ, ന്യൂറോകൈനിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എല്ലാം തന്നെ പിറ്റൻസ്, അതിനും ഇവിടെ ആക്ട് ചെയ്യാം ഛർദിൽ. സോ അവയ്ക്ക് അവിടെ ആക്ട് ചെയ്യാം, ഇവിടെ ആക്ട് ചെയ്യാം, GI അവിടെയും ആക്ട് ചെയ്യാം. ഇനി ന്യൂറോലെപ്റ്റിക്സ് പോലെയുള്ള മരുന്നുകൾ ദേ ആർ ആക്ടിങ് ഓൺ D2, ഡോപ്പമിൻ D2 ബ്ലോക്കേഴ്സ് ആണല്ലേ, ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ഓർ നമ്മളവയെ ന്യൂറോലെപ്റ്റിക്സ് എന്ന് വിളിക്കും. പേരുകൾ, മരുന്നിന്റെ പേര് ക്ലോർപ്രോമാസിൻ, നമ്മൾ ട്രൈഫ്ലുപ്രോമാസിൻ, പ്രോക്ലോർപെറാസിൻ പോലുള്ള, സ്റ്റെമറ്റിൽ പോലെയുള്ള മരുന്നുകൾ. അങ്ങനെയുള്ള ആന്റിസൈക്കോട്ടിക് മരുന്നുകൾ വേറെയുണ്ട്. ആന്റിസൈക്കോട്ടിക് നമ്മൾ എട്ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് എല്ലാത്തിനും ഇവിടെ ആക്ട് ചെയ്യാട്ടോ. ഞാനിപ്പോ തന്നെ എട്ടിപ്പിക്കൽ ആയിട്ടുള്ള ഹാലോപെരിഡോൾ കൂടി എഴുതാം, ബാക്കി എട്ടിപ്പിക്കൽ എന്ന് കൂടി എഴുതാം. അതെല്ലാം ഈ D2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദിസ് ക്യാൻ ആക്ട് ഹിയർ ഓൾസോ. ഇവിടെയുള്ള D2 റിസപ്റ്ററിനെയും ബ്ലോക്ക് ചെയ്യാം. ദെൻ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ചില മരുന്നുകളാണ് മെറ്റോക്ലോപ്രോമൈഡ് എന്ന് പറയുന്ന മരുന്നുണ്ട്.
ഡോംപെരിഡോൺ പോലെയുള്ള മരുന്നുകളൊക്കെ D2 ബ്ലോക്കേഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യാം. ദെൻ CB1 കനാബിനോയിഡ് റിസപ്റ്റർ 1നെ തടയുന്ന മരുന്നുകൾ ഡ്രോനാബിനോൾ ആണ്. ഡ്രോനാബിനോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ അതിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് നാബിലോൺ. ടെട്രാഹൈഡ്രോ കനാബിനോളും ഉണ്ട്, എങ്കിലും ഇതാണ് ഛർദിലിനെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ. സോ ഇത് ആന്റിഎമറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാം. ദെൻ ആന്റിഹിസ്റ്റമിൻസ് ക്യാൻ ഓൾസോ ആക്ട് ഹിയർ. ആന്റിഹിസ്റ്റമിൻസ് പ്രോമെത്താസിൻ ഫേമസ് ആണ്. അവോമിൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതാണ്. ഡൈഫെൻഹൈഡ്രമിൻ, ഡൈമെൻഹൈഡ്രിനേറ്റ് പോലെയുള്ള മരുന്ന്, ഡോക്സിലമിൻ പോലെയുള്ള മരുന്ന്, മെക്ലിസിൻ ഓർ മെക്ലോസിൻ, രണ്ടും ശരിയാണ്, മെക്ലിസിൻ ആയാലും മെക്ലോസിൻ ആയാലും. ദെൻ ബുക്ലിസിൻ പോലെയുള്ള മരുന്നുകൾ. സോ ഇതെല്ലാം ദിസ് ക്യാൻ ആക്ട് ഓൺ H1 ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന മരുന്നുകൾ. ഇനി ന്യൂക്ലിയസ് ട്രാക്ടർ സോളിറ്റാരിസിലേക്ക് വരുന്ന NTSലേക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കണക്ഷൻ ഈ ഫ്രം നമ്മുടെ ചെവിയിൽ നിന്ന് കണക്ഷൻ ഇങ്ങോട്ടേക്ക് വരും. ചെവിയുടെ കേൾവിയുടെ ഭാഗം നമുക്കറിയാം, അത് കോക്ലിയയാണ്. ഇതല്ല, അതിന്റെ മുകളിലുള്ള സെമി സർക്കുലാർ കനാൽസ്, യൂട്രിക്കൽ സൈക്കിൾ പോലെയുള്ള ഈ ഏരിയക്ക് നമ്മൾ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇവിടെ നിന്ന് വരുന്ന നെർവ്, വെസ്റ്റിബുലോ കോക്ലിയർ നെർവിന്റെ ഒരു ഭാഗമാണ് ന്യൂക്ലിയസ് ട്രാക്ടർ സോളിറ്റാരിസിലേക്ക് വരിക. ആൻഡ് ഇങ്ങനെ വരാൻ ഇവിടെ ചെവിയുടെ ഉള്ളിൽ there are receptors called as hair cells ഉണ്ട്. ആൻഡ് ദിസ് ഹെയർ സെൽസിൽ അവിടെ ഉള്ള റിസപ്റ്റേഴ്സ് ആണ്. വൺ ഈസ് മെസ്കാരിനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്, മെസ്കാരിനിക് M1 റിസപ്റ്റേഴ്സ് ഉണ്ട് അവിടെ. ദെൻ ഹിസ്റ്റമിനിക് H1 റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ അതാണ് ഇതിനെ ആക്ടിവേറ്റഡ് ആയിട്ട് അവിടെ നിന്ന് NTSലേക്ക് നമ്മുടെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഛർദിൽ വരും, വോമിറ്റിംഗ് റിഫ്ലക്സ് വരും. സോ നമ്മൾ ഇതിനെ തടഞ്ഞാൽ, if we inhibit these mescarinic M1 receptors, and the drug is anticholinergic drug, ഏറ്റവും ഫേമസ് ഈസ് ഹയോസിൻ ആണ്. ഹയോസിൻ പോലെയുള്ള മരുന്നുകൾ, ദെൻ ഡൈസൈക്ലോമിൻ പോലെയുള്ള മരുന്നുകൾക്കൊക്കെ ഇതെങ്ങനെയൊക്കെ ആക്ട് ചെയ്യാമെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുക ഹയോസിൻ ആണ്. ചെവിയുടെ പിറകിൽ ഒട്ടിച്ചു വെക്കുന്ന രീതിയിലുള്ള പാച്ച് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന. ദെൻ ആന്റി ഹിസ്റ്റമിനിക് ഡ്രഗ്സ് അല്ലെ, നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞ മരുന്നുകൾ, പ്രോമെത്താസിൻ, ഡൈഫെൻഹൈഡ്രമിൻ, അങ്ങനെയൊക്കെയുള്ള മെക്ലിസിൻ, അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾക്ക് ഇവിടെ ഇതിനെ ബ്ലോക്ക് ചെയ്യാം. സോ H1 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്താലും മസ്കാരിനിക് റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്താലും അവിടെ നിന്നുള്ള സ്റ്റിമുലസ് വരുന്നില്ല. സോ മോഷൻ സിക്നസ് നമുക്ക് തടയാനായിട്ട് പറ്റും. അപ്പോൾ മോഷൻ സിക്നസ് സെട്രോൺസ് വഴി നമുക്ക് തടയാൻ പറ്റില്ല. നമുക്ക് ഇത് മെസ്കാരിനിക് ആൻഡ് ഹിസ്റ്റമിനിക് റിസപ്റ്റർ ആണെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ട് തടയാൻ. ഇനി NTSലേക്ക് വരുന്ന ഒരു കണക്ഷൻ സെറിബെല്ലത്തിൽ നിന്നാണ്. സെറിബെല്ലത്തിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് തന്നെയാണ്, ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സെറിബെല്ലത്തിൽ നിന്നുള്ള ചലനങ്ങൾ വരുന്നത്. അതും NTSനെ ആക്ടിവേറ്റ് ചെയ്യാം. പക്ഷെ അത് നമ്മൾ പറഞ്ഞു മെസ്കാരിനിക് ആൻഡ് H1 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലോക്ക്. ഇനി വരാകുന്നത് സെറിബെല്ലം അല്ല, സെറിബ്രത്തിൽ നിന്നുള്ള കണക്ഷൻസും NTSലേക്ക് വരും. സോ ഇമോഷൻസ് വരുമ്പോൾ നമുക്ക് ഛർദിൽ, ബാഡ് സ്മെൽ, ചീത്ത മണം അടിച്ചാൽ നമുക്ക് ഛർദിൽ വരാം. ചീത്ത കാഴ്ച, റിപൾസീവ് വിഷൻ എന്നാൽ ഛർദിൽ വരാം. ആൻഡ് ഇങ്ങനെയുള്ള കാഴ്ച, മണത്തിനെ കുറിച്ചുള്ള ഓർമ്മ, ചിന്ത, അത് വന്നാൽ പോലും ഛർദിൽ വരാം. ദെൻ ഇഷ്ടപ്പെടാതെ കഴിച്ചാലും നമുക്കിടെ മുൻധാരണകൾ, ഇത് കൊള്ളില്ല എന്നുള്ള ധാരണ, അല്ലെങ്കിൽ ആന്റിസിപ്പേഷൻ ഓഫ് സംതിങ് ബാഡ്. സോ ചിന്ത, അവിടെ നിന്നൊക്കെ നമുക്ക് ഛർദിക്കാനുള്ള ഒരു ഇമ്പൾസസ് NTSലേക്ക് വരാവുന്നതാണ്. ദെൻ വേദന, പെയിൻ ക്യാൻ ആക്ടിവേറ്റ് ഛർദിൽ, അതും സ്റ്റിമുലസ് ഫോർ വോമിറ്റിംഗ് ആണ്. ഇനി GIT നമ്മൾ നേരത്തെ പറഞ്ഞാണ്, GIT നിന്ന് സെൻസറി വാഗൽ എഫറൻസ് പോകുന്ന, നമ്മൾ പറഞ്ഞത് പ്രൈമറി എക്സ്ട്രിൻസിക് അഫറൻ പാത്വേ ആണ് നമ്മൾ പറഞ്ഞത്. അത് NTSൽ പോയി അവസാനിക്കുന്നുണ്ട്, അത് ഛർദിലുണ്ടാകും. ഇനി ഇതല്ലാതെ മറ്റ് പാത്വേ ഉണ്ട്, അതിന് നമുക്ക് ഇൻട്രിൻസിക് പ്രൈമറി പാത്വേ, ആണ് ഇൻട്രിൻസിക് പ്രൈമറി ന്യൂറോണൽ പാത്വേ, ഇതും കൂടി വരുന്നുണ്ട് രണ്ടാമത്തെ വേറെ. ആൻഡ് ഇത് പെൻഡ്രോക്രോമാഫിൻ സെൽസ് ആണെങ്കിൽ ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ 5HT റിലീസ് ചെയ്യാം, ദെൻ സബ്സ്റ്റൻസ് P റിലീസ് ചെയ്യാം. ആൻഡ് ഇത് നേരിട്ട് വോമിറ്റിംഗ് സെന്ററിലേക്ക് പോകുകയല്ല, കണക്റ്റഡ് അല്ല, ഇത് മറ്റ് ചില ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യും. സോ ഇത് 5HT ആക്ടിവേറ്റ് ചെയ്ത ഒരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. 5HT ഇവിടെ ബാൻഡ് ചെയ്തു ആൻഡ് ദിസ് ഇസ് ആക്ടിവേറ്റഡ്. ആൻഡ് ഈ ന്യൂറോൺ ഇവിടെ ഉള്ള ഒരു വേറെ ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് ACH ആൻഡ് ഓൾസോ കാൽസിറ്റോണിൻ ജീൻ റിലേറ്റഡ് പെപ്റ്റൈഡ് എന്ന് പറയുന്ന സംഭവം റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ക്യാൻ ആക്ടിവേറ്റ്, അടുത്ത ന്യൂറോൺ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ACHും CGRPയും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ GI ട്രാക്റ്റിലുള്ള മസിൽസ് അല്ലെ, ഓക്കെ. സോ മൈൻഡ്രിക് മോട്ടോർ ന്യൂറോൺ സ്റ്റിമുലേഷൻ ഉണ്ടാകാം. ആൻഡ് ദിസ് ക്യാൻ ആക്ടിവേറ്റ് GI മൂവ്മെന്റ്. ഇത് നമ്മൾ പെരിസ്റ്റാൽസിലൊക്കെ പഠിച്ചതാണ്, പെരിസ്റ്റാൽസിലൊക്കെ ഇങ്ങനെ സംഭവിക്കാം. ആൻഡ് ഇതേ 5HT തന്നെ വേറൊരു ന്യൂറോൺ ആണെന്ന് പറയാം. ആൻഡ് ദിസ് ഇസ് ഇൻഹിബിറ്ററി പാത്വേനെയും ആക്ടിവേറ്റ് ചെയ്യാം. ആൻഡ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കൊളീനോ, ഇതല്ല, അത് നൈട്രിക് ഓക്സൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വാസോ ഇൻറ്റെസ്റ്റൈനൽ പെപ്റ്റൈഡ് ആയിരിക്കാം. ആൻഡ് ഇതിന് ദിസ് മയോ എൻറ്ററിക് ന്യൂറോൺ അതിനെ ഇൻഹിബിറ്റ് ചെയ്യാണ്. സോ അവിടെ നിന്ന് അസറ്റൈൽ കൊളീൻ റിലീസ് ഇല്ല. സോ ദർ ഈസ് നോ എന്തില്ല,
പെരിസ്റ്റാലിസിസ് ഇല്ലാതെ തടയാം. ആൻഡ് ഇവിടെ ഈ ഭാഗത്ത് there is some receptors called as dopamine D2 receptors. Dopamine D2 receptors ഉണ്ട്. So if dopamine D2 receptors, this can in turn activate the release of acetylcholine. Acetylcholine release ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഭക്ഷണം പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ് വഴി ഇങ്ങോട്ട്. And there is some other receptors called as 5HT4 receptors ഉണ്ട്. And this can the action of dopamine. Dopamine കൂട്ടിയിട്ട് ഡോപ്പമിന്റെ ആക്ഷൻ കൂട്ടാനായിട്ട് പറ്റുന്ന. So these all drugs can act as prokinetic side area. Prokinetic ഡ്രഗുകളായിട്ട് GI മൂവ്മെന്റ് ലോക്കലായിട്ട് കൂട്ടാൻ പറ്റുന്ന മരുന്നുകളാണ്. ആൻഡ് അങ്ങനെയുള്ള ഒരു മരുന്ന് മെറ്റോക്ലോപ്രോമൈഡ് ആണ്. മെറ്റോക്ലോപ്രോമൈഡ് നമ്മൾ ഓൾറെഡി D2 ബ്ലോക്കറിൽ നമ്മൾ പഠിച്ചാണ്. ദെൻ അനദർ ഡ്രഗ് ഈസ് ഡോംപെരിഡോൺ ആണ്. ഡോംപെരിഡോൺ എന്ന് പറയുന്ന മരുന്നുകൾ ഉണ്ട്. ദെൻ സം അതർ ആൻഡ് ദിസ് ക്യാൻ ആക്ട് ആസ് പ്രോകൈനറ്റിക് ആക്ട് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് 5HT4ലും കൂടി ആക്ട് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. ദാറ്റ് ഈസ് സിസാപ്രൈഡ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ കോട്ടിയാമൈഡ് എന്ന് പറയുന്ന മരുന്നുണ്ട്. മൊസാപ്രൈഡ് എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ഡോപ്പമിൻ വഴി മാത്രം ആക്ട് ചെയ്യുന്ന മരുന്നുകൾ കൂടിയുണ്ട്. ദെൻ ദീസ് ക്യാൻ ആക്ട് ത്രൂ 5HT4 പ്ലസ് ഡോപ്പമിൻ ആണ്. ഡോപ്പമിൻ വഴി മാത്രം ആക്ട് ചെയ്യുന്ന ചില മരുന്നുകളാണ് അലിസാപ്രൈഡ് ഉണ്ട്, ബ്രോംപ്രൈഡ് ഉണ്ട്, ദെൻ സീത്തോപ്രൈഡ്, അങ്ങനെയൊക്കെയുള്ള ചില പ്രൈഡുകൾ അങ്ങനെയും ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ഓൾ ഇതൊന്നും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നില്ല. ദീസ് ഓൾ ആർ പ്രോകൈനറ്റിക് മരുന്നുകളാണ്. ഇനി മറ്റു പല വഴികളിലൂടെയും ആന്റി എമക്റ്റിക് എഫക്ട് ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്. കോർട്ടിക്കോസ്റ്റിറോയിഡ് ഗ്രൂപ്പ് ഓഫ് ഫേമസ് മരുന്ന് ഡെക്സാമെത്തസോൺ പോലെയുള്ള മരുന്നുകൾ. ഇത് നമ്മൾ ക്യാൻസർ ഇൻഡ്യൂസ്ഡ് നൗസിയ വോമിറ്റിംഗിൽ കൊടുക്കുന്ന മരുന്നാണ് ഡെക്സാമെത്തസോൺ ലൈക്ക് ഡ്രഗ്സ്. ദെൻ ബ്രെയിൻ സ്റ്റെമ്മിനെയൊക്കെ അല്ലെങ്കിൽ ബ്രെയിൻ സെന്ററിനെയൊക്കെ എല്ലാത്തിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻഹിബിറ്ററി ഗ്രൂപ്പ് ഓഫ് മരുന്നാണ് ബെൻസോഡയസെപിൻസ്. അതിലെ ഡയസിപ്പാം പോലെയുള്ള മരുന്നുകൾ, മിഡാസോളാം പോലെയുള്ള മരുന്നുകൾ അളവുറക്കിയിട്ടായാലും ഛർദിൽ കുറയ്ക്കാം. ദെൻ GIT-യിലുള്ളതാണ് മോട്ടിലിൻ റിസപ്റ്ററിനെ ഇൻഹിബിറ്റ് അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ കൂട്ടിയിട്ട് GI മൂവ്മെന്റ് കൂട്ടി ഛർദിൽ കുറയ്ക്കാം. പക്ഷേ ഇത് ഛർദിലിന് വേണ്ടിയിട്ടുള്ള GI മൂവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ്. നമ്മുടെ സാധാരണ എറിത്രോമൈസിൻ പോലെയുള്ള മരുന്നുകളുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൾസോ പ്രോകൈനറ്റിക് ആണ്. അത് ആന്റി എമറ്റിക് അല്ല, എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ പലപ്പോഴും നമ്മൾ ഈ ആന്റി ഹിസ്റ്റമിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ മെക്ലിസിൻ, ബുക്ലിസിൻ പോലെയുള്ള മരുന്നുകൾ ഗർഭിണികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പീരിഡോക്സിൻ പോലെയുള്ള വൈറ്റമിൻ B6 ഒക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് എന്ന് കൂടി ഞാൻ പറഞ്ഞു. സോ നമ്മൾ മരുന്നുകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ വിട്ട ഒരു ഭാഗം കൂടിയുണ്ട്. അത് ഫിസിയോളജി ഓഫ് വോമിറ്റിംഗ് ആണ്. അതിന്റെ ഫൈനൽ ഭാഗം കൂടി പറയാം. സോ NTS ആക്ടിവേറ്റഡ് ആകുന്നു. NTS ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ വോമിറ്റിംഗ് സെന്റർ ആക്ടിവേഷൻ വന്നാൽ അവിടെ നിന്ന് മോട്ടോർ റെഫറൻസ് അല്ലെ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ വായ മുതൽ അല്ലെ വായാണ് തുടക്കം, അവിടെ നിന്ന് സ്റ്റൊമക്ക് കഴിഞ്ഞ് ഇവിടം വരെ ഡിയോഡിനം ആൻഡ് ദിസ് ഏരിയ ഇങ്ങോട്ടേക്ക് മൊത്തം. ആൻഡ് ഓൾസോ ഇവിടെയുള്ള മസിൽ ഏതാണിത് ഡയഫ്രം ആൻഡ് ഓൾസോ അബ്ഡോമിനൽ മസിൽസോ ഇങ്ങനെയൊക്കെയുള്ള എല്ലായിടത്തേക്കും ഇമ്പൾസസ് വിടുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ത്രൂ വാഗൽ എഫറൻസ് വഴിയാണ് വിടുക. ആൻഡ് ദിസ് ക്യാൻ കോസ് വാട്ട്? ആൻഡ് ഇത് അങ്ങനെ ഇവിടുന്ന് ഒരു സ്റ്റിമുലേഷൻ വന്നു കഴിഞ്ഞാൽ ദിസ് വിൽ കൺട്രാക്ട്, ഇത് ചുരുങ്ങും, ദിസ് വിൽ കൺട്രാക്ട്, ഇത് ചുരുങ്ങും, ഡിയോഡ്രനത്തിന്റെ ഇവിടെയുള്ള ഈ ഇത് അടയും ആൻഡ് ഇത് ചുരുങ്ങും. സോ ഇത് ഇങ്ങോട്ടേക്ക് ഫുഡൊക്കെ ഇങ്ങോട്ടേക്ക് പോകും. ആൻഡ് ദിസ് വാൽ വിൽ ഓപ്പൺ അല്ലെ ലോവർ എസോഫാഗൽ സ്ഫിങ്ക്റ്റർ വിൽ ഓപ്പൺ. ഇത് ഇങ്ങോട്ടേക്ക് കൺട്രാക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ആൻഡ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ മൂക്കുണ്ട്, മൂക്കിന്റെ ഭാഗങ്ങളുണ്ട്. സോ മീൻസ് റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്കുള്ള സംഭവങ്ങളൊക്കെ അടയണം, എപ്പിഗ്ലോട്ടിസ് അടയണം, ദെൻ മൂക്കിന്റെ ഇവിടെയുള്ള ഉവ്വിലേക്ക് അടയണം. അതൊക്കെ അടയുമ്പോൾ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് പോകാതിരിക്കും. ദെൻ വായ ലാസ്റ്റ് തുറക്കും. വായ തുറന്നു കഴിയുമ്പോൾ ഫുഡ് വിൽ ഗോ ഔട്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ. ഡിയോഡിനം ചുരുങ്ങും, പൈലോറിക്സ് റിലാക്സ്ഡ് ആവും, സ്റ്റൊമക്ക് കൺട്രാക്ട് ചെയ്യും, ലോവർ എസോഫാഗൽ സ്ഫിങ്ക്റ്റർ ഇത് ചെയ്യും, ഡയഫ്രം ആൻഡ് അബ്ഡോമിനൽ മസിൽസ് ഒക്കെ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രഷറൊക്കെ കൂടി ഫുഡിനെ മൊത്തം പുറത്തേക്ക് തള്ളും. അപ്പോൾ നേസൽ പാസേജസ് അടയുകയും അവസാനം ഫുഡ് പുറത്തേക്ക് വരികയും ചെയ്യും. സോ ഇതാണ് വോമിറ്റിംഗ് റിഫ്ലക്സിന്റെ പ്രവർത്തനം. സോ അപ്പൊ നമ്മൾ പറഞ്ഞത് വോമിറ്റിംഗ് റിഫ്ലക്സിനെ കുറിച്ച് പറഞ്ഞു, വോമിറ്റിംഗിന്റെ ഫിസിയോളജി പറഞ്ഞു, ആൻഡ് ദ ഡ്രഗ്സ് ഇൻഹിബിറ്റിംഗ് ദിസ് വോമിറ്റിംഗ്. സോ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.